ഏവർക്കും നമസ്കാരം. ഒരുപാട് നാളിന് ശേഷമാണ് വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. വളകൾ ധരിക്കുവാനായി സ്ത്രീകൾക്ക് വളരെയധികം ആഗ്രഹമാണ്. വളകൾ ധരിക്കുന്നവരുമാണ് സ്ത്രീകൾ. ചില ആളുകൾ അത് ആഡംബരത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകണം എന്ന രീതിയിലും അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ ഭാഗവുമൊക്കെ ആയിട്ടാണ് ധരിക്കുന്നത്. പക്ഷേ അതിന് പിന്നിൽ ആരോഗ്യപരമായും ജ്യോതിഷപരമായും പല ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. അല്ലെങ്കിൽ വളകൾ ധരിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ചില ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ചില ഗ്രഹങ്ങൾ ശക്തി ഇല്ലാതെ അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി നമ്മൾക്കുണ്ടാകുന്ന ജ്യോതിഷപരമായ ബുദ്ധിമുട്ടുകളെയൊക്കെ ഒഴിവാക്കി തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ വള ധരിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് സാധിക്കുമെന്നതിനെക്കുറിച്ചും ആളുകൾക്ക് വലിയ അറിവുകളില്ല. വളകൾ ധരിക്കുന്നു, അത് ഇഷ്ടത്തിൻ്റെ പുറത്ത് ധരിക്കുന്നു, അല്ലെങ്കിൽ കൈക്കൊരു ഭംഗി ഉണ്ടാവാൻ ധരിക്കുന്നു എന്നതിന് പുറമെ ആരോഗ്യപരമായി ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ജ്യോതിഷപരമായി ഉണ്ടാകാൻ പോകുന്ന മാറ്റം, അത് വള ധരിക്കുന്ന വ്യക്തിയെ മാത്രമല്ല കുടുംബത്തിലുള്ള അംഗങ്ങൾക്കൊക്കെയും അതിൻ്റെതായ മാറ്റവും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകുമെന്നതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ ധാരണയില്ല. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് സ്ത്രീകൾ വള ധരിക്കുന്നതിന് പിന്നിലുള്ള കാര്യം അല്ലെങ്കിൽ അത് ധരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ദോഷമൊക്കെ കുറിച്ചാണ്. ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ വളയുടെ പിന്നിലുള്ള ആ കാര്യങ്ങൾ, ആ ജ്യോതിഷപരമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന്. വിവാഹിതരായ സ്ത്രീകൾ എപ്പോഴും കയ്യിൽ വളകൾ ധരിച്ചിരിക്കണം. അതായത് നോർത്ത് ഇന്ത്യൻസായ ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, കൈ നിറയും വെള്ളയും ചുമപ്പുമായിട്ടുള്ള വളകൾ, ബാംഗിൾസ് ഇങ്ങനെ മിങ്കിൾ ചെയ്തുമെങ്കിൽ അത് ധാരാളം വളകൾ ഇടാറുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ നാട്ടിലേക്ക് ആ ഒരു ട്രഡീഷൻ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾ പറയുകയോ കൈ നിറയും വളയിട്ട് നടക്കുന്നു എന്ന് കളിയാക്കുകയും ചെയ്യാം. പക്ഷേ അതിന് പിന്നിൽ വിവാഹിതരായ സ്ത്രീകൾ കയ്യിൽ വളകൾ ധരിക്കുകയാണെങ്കിൽ വളരെയേറെ ശുഭകരമായ മാറ്റത്തിനെയാണത് പ്രദാനം ചെയ്യുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻസായ ആളുകൾ അങ്ങനെ വളകൾ കൂടുതലായി ധരിക്കാറില്ല. ആകെ കൂടുതൽ സ്വർണ്ണവളകൾ ധരിക്കാനാണ് ഇവരും ഇഷ്ടപ്പെടുന്നത്. എങ്ങനെയാണെങ്കിലും വിവാഹിതരായ സ്ത്രീകൾ കയ്യിൽ എപ്പോഴും ഒരു വളയെങ്കിലും ധരിച്ചിരിക്കണം. രണ്ട് കയ്യിലും ഓരോ വളകൾ വീതം ധരിക്കുകയാണെങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലത്തെ ആയിരിക്കും അത് പ്രദാനം ചെയ്യുന്നത്. രണ്ട് വളകൾ ഇല്ലാത്ത പക്ഷം ഒരു വളയെങ്കിലും വിവാഹിതരായ സ്ത്രീകൾ കയ്യിൽ തീർച്ചയായും ധരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. ഇത് ധരിക്കാത്ത പക്ഷം നെഗറ്റീവ് ഊർജങ്ങൾ ആകർഷിക്കുന്നതിനും നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ ആ വ്യക്തിയിലേക്ക് മാത്രമല്ല, ആ വ്യക്തി ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ പങ്കാളിയിലേക്കും ആ ദോഷം എത്തുന്നതിനും ആ രണ്ട് വ്യക്തികളിലും എത്തുന്നത് നിമിത്തം കുടുംബത്തിന് മുഴുവനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ദാമ്പത്യ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിക്കുന്നതിന് കാരണം. അപ്പോൾ ഈ ചെറിയ നിസ്സാരമായൊരു വളയിൽ നിന്ന് തന്നെയായിരിക്കും വളരെ വലിയ ദോഷങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ നിസ്സാരമായി അല്ലെങ്കിൽ ആർഭാടത്തിനായിട്ടോ അല്ലെങ്കിൽ ഭംഗിക്കായിട്ടോ ഒക്കെയാണ് ധരിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ധരിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, എപ്പോഴും കയ്യിൽ രണ്ട് വളകൾ, രണ്ട് കൈയാണല്ലോ, രണ്ട് കൈയിലും ഓരോ വള വീതം ഇട്ടേക്കാനായി വിവാഹിതരായ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്ത്രീകൾ ധരിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള കൊച്ചുകുട്ടി വരാതിനങ്ങൾക്കൊക്കെ, അതായത് വലിയ ആളുകൾക്കുൾപ്പെടെ ആ കുടുംബത്തിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവർക്കൊക്കെയും ക്ഷേമം, ആരോഗ്യത്തിന് സംരക്ഷണം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിയും, ദാമ്പത്യ പ്രശ്നങ്ങൾ അകന്നു വയ്ക്കും. അപ്പോൾ ഈ ഒരു വള, നിങ്ങൾ കയ്യിലിടുന്ന ഈ രണ്ട് വളകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പുറന്തള്ളും എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏവരും വിവാഹിതരായ സ്ത്രീകൾ രണ്ട് കൈയിലും ഓരോ വളകൾ വീതമായി ധരിക്കുവാനായി ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ജ്യോതിഷപരമായി ആഡംബരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രഹമായ ശുക്രനെ ആഡംബരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രഹമായിട്ടാണ് ജ്യോതിഷപരമായി കണക്കാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ശുക്രൻ ബലഹീനനായി മാറുകയാണെങ്കിലും ആ ബലഹീനതയെ നേരെയാക്കിയെടുക്കാൻ, ബലമുള്ളതാക്കിയ ഗ്രഹത്തിൻ്റെ ബലഹീനതയെ ബലവത്തായി മാറ്റിയെടുക്കാനും ഈ വളകളിലൂടെ മാറ്റം വരുത്താനായി സാധിക്കും. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ കയ്യിൽ വളയിടുന്നത് നിമിത്തം നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലഹീനനാണ് എങ്കിൽ ആ ബലഹീനത്വത്തെ മാറ്റിയെടുക്കാനും സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് ഇതൊരു പരിഹാരമായില്ലേ. നിങ്ങൾ കയ്യിൽ രണ്ട് വളകൾ നിത്യവും ധരിച്ചു നോക്കുക. അത് സ്വർണ്ണത്തിൻ്റെതല്ലാത്തതാണെങ്കിലും സാരമില്ല, സ്വർണ്ണം മാത്രമേ എല്ലാവർക്കും ഇടാൻ പറ്റൂ എന്നൊന്നുമില്ലല്ലോ. സ്വർണ്ണമില്ലാത്തവർക്കും അത് കയ്യിൽ വളകൾ ധരിക്കണം. അപ്പോൾ സ്വർണ്ണത്തിൻ്റെതായിട്ട് അല്ലെങ്കിൽ പളുങ്കോ അളവ് കുപ്പിവളകളോ എങ്ങനെ വേണമെങ്കിലും വളകൾ നിങ്ങൾ ധരിക്കാനായി ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ ജാതകത്തിൽ ശുക്രൻ ബലഹീനനായവർ വളകൾ ധരിക്കുക നിമിത്തം ശുക്രനെ ശക്തിപ്പെടുത്താൻ സാധിക്കും. കൂടാതെ നെഗറ്റീവ് എനർജികളെ ശുദ്ധീകരിക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകൾ കയ്യിലെപ്പോഴും, അത് വിവാഹിതരായ സ്ത്രീകൾ എപ്പോഴും കയ്യിൽ വളകൾ ധരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകളാകട്ടെ 7-ാം മാസത്തിന് ശേഷം കയ്യിൽ വളകൾ ധരിക്കുക നിമിത്തം കുഞ്ഞിന്
മസ്തിഷ്ക കോശങ്ങൾ വികസിക്കപ്പെടുന്നതിനും അവ വ്യത്യസ്ത ശബ്ദങ്ങളെ മനസ്സിലാക്കുന്നതിനും ആ കുട്ടികളെ അത് സഹായിക്കുമ്പോൾ ജനനശേഷമായാലും അവർക്ക് ഓരോ ശബ്ദങ്ങളൊക്കെ കാണുമ്പോൾ അതിങ്ങനെ ഏതാണ് ആ ശബ്ദം എങ്ങനെയാണ് ഉള്ളത് എന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ വളകളുടെ ശബ്ദം നിമിത്തം തന്നെ സാധിക്കും. കാരണം അവർ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ കയ്യിൽ കിടക്കുന്ന ഈ വളകളുടെ ശബ്ദം അല്ലെങ്കിൽ ഓരോ ശബ്ദങ്ങളും ആഗിരണം ചെയ്യുമെന്ന് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ശബ്ദങ്ങൾ ആഗിരണം ചെയ്യുക നിമിത്തം മസ്തിഷ്കത്തിലും അതായത് കോശങ്ങളുടെ ഒരു വികസനം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് ജനനശേഷമായാലും ആ കുട്ടികൾക്ക് ശബ്ദ വികരണങ്ങൾ അതായത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക എന്നത് കുട്ടികൾക്ക് ജന്മനാ തന്നെ സിദ്ധിക്കുന്നത് കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ കൈനിറയെ വളകൾ ധരിക്കുന്നത് ഗർഭിണികളായ ആളുകൾ ആ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ധരിക്കുക നിമിത്തം മാനസിക പിരിമുറുക്കം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതായത് ഗർഭിണി പ്രസവത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമുണ്ടാകുന്ന ടെൻഷനുകൾ, അപ്പോൾ മനസ്സമാധാനം കുറയുന്ന അവസ്ഥ, ഇതൊക്കെ മാറി മനസ്സമാധാനവും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും. മനസ്സിനെ ബാധിച്ചിരിക്കുന്ന പിരിമുറുക്കമൊക്കെ അകന്നു പോകുന്നതിനും ഈ വളകൾ ധരിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ കേവലം വളയല്ലേ എന്താണ് അതൊരു അട്രാക്ഷൻ്റെ ഭാഗമായിട്ടാകാം, അല്ലെങ്കിൽ കേവലം ഒരു പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വൃത്തിയായി ഒരുങ്ങി പോകുന്നതിന് ഭാഗമായി 2 വളയെടുത്ത് കയ്യിലിടും, പിന്നെ തിരിച്ചു വന്നതിന് ശേഷം വള ഉരുവെക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പോകുമ്പോൾ ഇടുകയും പിന്നെ ഉരുവെക്കുകയും ചെയ്യുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞത്. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഈ വളകൾ ധരിക്കണം. 2 കയ്യിലും ഓരോ വള വീതം. വലിയ കാര്യങ്ങളൊന്നുമില്ല. നോർത്ത് ഇന്ത്യൻസ് ധരിക്കുന്നത് ഒരുപാട് വളകളാണ്. അത് വിവാഹശേഷം ഇത്ര ദിവസത്തിന് ശേഷം മാത്രമേ അവർക്ക് പിന്നെ അത് റിമൂവ് ചെയ്യാൻ കൂടി സാധിക്കുകയുള്ളൂ. അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ട് നടക്കുന്ന ഒരു ആചാരമാണ്. നമ്മുടെ നാട്ടിൽ അത്രത്തോളം ബുദ്ധിമുട്ട് തരുന്ന ആചാരങ്ങളുമില്ല. വിവാഹ വേളയിൽ മാത്രം കൈ നിറയെ ആഭരണങ്ങൾ അല്ലെങ്കിൽ ശരീരം നിറയെ ആഭരണം ധരിക്കുക അല്ല എന്നതല്ലാതെ അതിനുശേഷം പിന്നീട് അത്രയും ആഭരണങ്ങൾ നമ്മൾ ധരിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ശുക്രനെ ബലഹീനത്വം ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയെ മാറ്റി ബലമുള്ള അവസ്ഥയിലേക്ക് എത്തുക നിമിത്തം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷേമവും ഐശ്വര്യവും കൊണ്ടുവരുന്നത് കൂടാതെ നിങ്ങളിലേക്ക് കൂടി സാമ്പത്തിക ഐക്യവും ഉന്നതിയും കൊണ്ടുവരുന്നതിനും ഇത് സഹായിക്കുന്നതാണ്.